ചെറിയ കടകളോ ചായക്കടകളോ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് എന്താണ് ബോധ്യപ്പെടുന്നത് റോഷി? അരുൺകുമാർ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഏതാണ്ട് പ്രധാന റോഡിലേക്ക്, ബീച്ച് റോഡിലേക്ക് കടന്നാൽ ആ തുടക്കം മുതലുള്ള കടകളിൽ ആണ് നമ്മൾ പരിശോധന നടത്തിയത്. അവർ കണ്ടോ? രാവിലെ 5 മണിക്കൊക്കെ പ്രവർത്തനം ആരംഭിച്ച കടകൾ, ആ കടകളിലെ ജീവനക്കാരോടാണ് അന്വേഷിച്ചത്. റോഡിൽ കാണുന്നവരോട്, ഓട്ടോ ഡ്രൈവർമാരോടൊക്കെ അന്വേഷിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരച്ചിലിന് സഹായമാകുന്നത് 350 പേരുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടിയുടെ പല ചിത്രങ്ങൾ, പോലീസ് കൈമാറിയ ചിത്രങ്ങൾ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ഓട്ടോ ഡ്രൈവർമാർ വളരെ കൃത്യമായി അവരും ആ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു. അതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഈ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷേ ഏറ്റവും ഖേദകരമായ കാര്യം, മിക്ക CCTVക്കും അത് ബാക്കപ്പ് ഇല്ല എന്നതാണ് ഒരു പ്രതിസന്ധി. നമ്മൾ പല ഹോട്ടലുകളിലും കയറി, അവിടെയൊന്നും പലയിടങ്ങളിലും ബാക്കപ്പ് ഇല്ല. പക്ഷേ നമ്മൾ മറ്റ് കടകളിലൊക്കെ അന്വേഷിച്ച് ഈ കുട്ടിയെ കണ്ടോ എന്ന് ഫോട്ടോ കാണിക്കുമ്പോൾ അവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാണ് അവർ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പല ആരെങ്കിലും ഒരുപക്ഷെ കണ്ടിട്ടോ? ഈ കുളത്തിൽ കണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ തരത്തിൽ ഇതൊരു സമാന്തരമായ ഒരു തെരച്ചിലാണ് നമ്മൾ പോലീസിനൊപ്പം നടന്നത്. കാരണം കേരളത്തിൽ നിന്ന് പോലീസ് ആകെ ഒരു 5 അംഗ സംഘം വന്നിരിക്കുന്നു. ഇവിടെയുള്ള പോലീസ് സംഘവും ഉണ്ട്. ഏട്ടാ, ഈ കുട്ടിയെ കാണാതായതാണ്. മലയാളിയാണോ? ഇത് കാണാതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടൊന്ന് കാണാതാണ്. ഇന്നലെ 5:30 റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുട്ടിയെ കണ്ടിട്ടുണ്ട് ഓട്ടോക്കാർ. ഇതിൽ പാസ് ചെയ്തില്ല. ഇല്ലല്ലോ. രാവിലെ നമുക്ക് CCTV ഉണ്ടോ? നമുക്ക് ഉണ്ട്. പുറത്തുണ്ടോ? പുറത്തില്ല, ഇവിടെ എനിക്ക് തോന്നുന്നു റോഷി, നമ്മൾ ഫോട്ടോ കാണിക്കുന്നതിനോടൊപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തെ ഹോട്ടലുകളിൽ CCTV ഉണ്ടെങ്കിൽ അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ആ CCTV അല്പം 1, 2, 3 മണിക്കൂർ പുറകോട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നത് നമുക്ക് അന്വേഷിക്കാം. അവിടെ ചില ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കന്യാകുമാരിയിലുണ്ട്. മാത്രവുമല്ല ആ പോകുന്ന വഴി അരുൺകുമാർ, നമുക്ക് ഈ മലയാളിയാണ്. ചേട്ടൻ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ സെറ്റിലായി വർഷങ്ങളാണ്. എവിടെയായിരുന്നു? കേരളത്തിൽ? തിരുവനന്തപുരത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ സെറ്റിലായി വർഷങ്ങളായി. സുബിൻ സുബിൻ എന്ന അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഈ ബീച്ച് റോഡിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ CCTV ഉണ്ട്. അത് മലയാളിയാണ്. അദ്ദേഹം ഈ ഭാഗത്ത് സെറ്റിൽ ചെയ്തതാണ്, ഈ കന്യാകുമാരിയിൽ. അദ്ദേഹം 5 മണിക്കൂർ, 2.5 മണിക്കൂർ, ഒരു 2.5-3 മണിക്കൂർ പിന്നിലേക്കൊന്ന് ട്രാക്ക് ചെയ്തൊന്ന് നോക്കാനായിട്ട് ഒന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടൂ. റോഷിയും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളൊന്ന് കാണാൻ ശ്രമിക്കൂ. ഞാൻ അപ്പോഴേക്ക് TV പ്രസാദിൽ നിന്ന് വിവരങ്ങൾ എടുത്തു വരാം. TV പ്രസാദും ഇപ്പോഴുള്ളത് കന്യാകുമാരി ഭാഗത്താണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. റോഷി പാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കേന്ദ്രീകരിച്ചും TV പ്രസാദ് ബീച്ചിൻ്റെ ഭാഗം പരിസരം കേന്ദ്രീകരിച്ചും ഈ മൊബൈൽ ഫോണിൽ ഈ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ, അവിടെയുള്ള ഈ കുഞ്ഞ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ ആളുകളോട് ആ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ എന്ന് ആരായുന്നത്. നമ്മൾ CCTV ദൃശ്യങ്ങൾ കൂടി തത്സമയം എടുക്കാൻ ശ്രമിക്കുന്നു. ആ പരിസരങ്ങളിലെ കടകളിലെ CCTV കേന്ദ്രീകരിച്ചാണ് റിപ്പോർട്ടർ TVയും ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കുഞ്ഞിനെ 5 മണിക്ക് ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു ഗ്രൂപ്പിലേക്കും ഈ മെസ്സേജ് ഇപ്പോൾ റിപ്പോർട്ടർ TV ഇട്ടിട്ടുണ്ട്. അവർക്ക് 350ഓളം വരുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ഈ കുട്ടികൾ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അയാളിപ്പോൾ ആ സ്ഥലത്ത് ബീച്ചിലില്ല, റെയിൽവേ സ്റ്റേഷനിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എത്തുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാവുന്നതാണ്. TV പ്രസാദ് ഇപ്പോൾ ബീച്ച് റോഡിൻ്റെ ഭാഗത്താണുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം തത്സമയം ഈ പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. പ്രേക്ഷകർക്കും ഈ കുഞ്ഞിനെ കണ്ടെത്താൻ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ TVയിൽ വിവരം അറിയിക്കാം. കുഞ്ഞിന് വേണ്ടി റിപ്പോർട്ടർ TVയും ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ തുടങ്ങുന്നു. തീർച്ചയായും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കന്യാകുമാരിയിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ വെച്ച് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ മുഴുവൻ സമയവും റിപ്പോർട്ടർ TV സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കി ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പോൾ 22 മണിക്കൂർ പിന്നിടുന്നു കുട്ടിയെ കാണാതായിട്ട്. ഇന്നലെ രാവിലെ 9:37 വീട് വിട്ടിറങ്ങിയ കുഞ്ഞിനെയാണ് ഇപ്പോൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ റിപ്പോർട്ടർ വാർത്താ സംഘം റോഷി പാലും ഒപ്പം TV പ്രസാദും തുടരുന്നുണ്ട്. കടകൾ കേന്ദ്രീകരിച്ചും ആ ബീച്ച് ഭാഗത്തുള്ള സന്ദർശകരെ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം. ആ ഭാഗത്ത് ഈ കുഞ്ഞിനെ കണ്ടെത്തിയവരുണ്ടോ എന്ന് റിപ്പോർട്ടർ വാർത്താ സംഘത്തിലുള്ളവരും TV പ്രസാദും ഞങ്ങളുടെ പ്രതിനിധി റോഷി പാലും മൊബൈൽ ഫോണുകളിൽ ആ കുഞ്ഞിൻ്റെ ചിത്രം കാട്ടിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് സംഘം അവിടെ
ഇവിടെ എത്തി. RPF-കാരുടെ ചില നിർണായക വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ആദ്യം നടത്തിയ പരിശോധനയിൽ കുഞ്ഞില്ല എന്ന് ഏറെക്കുറെ ബോധ്യമായി. ഇനി ഒരിക്കൽ കൂടി നമുക്ക് പരിശോധന നടത്തേണ്ടതുണ്ട്. 13 വയസ്സ് മാത്രമാണ് പ്രായം. കുഞ്ഞിൻ്റെ കയ്യിൽ അധികം പണമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നതും അല്പം ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. കുഞ്ഞെവിടെയെങ്കിലും വാടി തളർന്ന് കിടന്നുറങ്ങുന്നുണ്ടാകുമോ എന്നത് മാത്രമാണ്. കന്യാകുമാരി കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് എന്നാണ് RPF പറയുന്നത്. കാരണം അവിടെ ആൻറ്റി ട്രാഫിക്കിംഗ് സിസ്റ്റം ഹൈ അലേർട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഇതുപോലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് വന്നാൽ അവർക്ക് വലിയ അപകട ഭീഷണി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് RPF-ലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് വലിയ